ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് FIAs, DAs വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടിയ ഓഹരികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് DAs ഏറ്റവും കൂടുതലായിട്ട് മേടിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് AVG ലോജിസ്റ്റിക്സ്, ഈ ഒരു സ്റ്റോക്കാണ് DAs ഏറ്റവും കൂടുതലായിട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ കറന്റ് 202 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ 1.54% മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരുന്നു. ജൂൺ മാസം അത് 16.89% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ അത്ര നല്ല ഉയർച്ചയാണ് വന്നിരിക്കുന്നത്. ഓഹരിയുടെ റിട്ടേൺ വന്നിരിക്കുന്നത് 40.25% ആണ്. രണ്ടാമത്തെ സ്റ്റോക്ക് പൈൻ ലാബ്സ്. പൈൻ ലാബ്സ് 170 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 175 ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പൈൻ ലാബ്സിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇതിന്റെ P കുറച്ച് കൂടുതലാണ് ഈ സ്റ്റോക്കിന്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ DAs 11.81% നിന്ന് 24.81% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. തേർഡ് സ്റ്റോക്ക് വരുന്നത് ACME സോളാർ ഹോൾഡിങ്സ്. ഈ ഒരു സ്റ്റോക്കാണ് 373 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ സ്റ്റോക്കിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്യാം. അതിൽ FIA ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ DIA ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. 7.05% നിന്ന് 19.10% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. സോ ഈ FIA DAs കണ്ടിന്യൂസ് ആയിട്ട് നോട്ടീസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Then Lenskart Solution ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 586 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. ഇവരുടെ DA ഹോൾഡിങ്സ് 15.48% നിന്ന് ഏകദേശം 23.56% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. 8.808% ഹോൾഡിംഗ് വർധന വന്നിരിക്കുകയാണ്. Then നെക്സ്റ്റ് വരുന്നത് ഡെലിവറി. ഈ ഒരു സ്റ്റോക്ക് 470 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇതിനും PE വളരെ കൂടുതലാണ്. ഈ സ്റ്റോക്കിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്താൽ FIA ഹോൾഡിങ്സ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ DA ഹോൾഡിങ്സ് നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. 36.27% നിന്ന് 43.07% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം 6.80% ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഡോംസ് ഇൻഡസ്ട്രീസ് ആണ് നെക്സ്റ്റ് വരുന്നത്. 2242 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ DA ഹോൾഡിങ്സ് 19.14% നിന്ന് 25.91% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 6.77% ഇൻക്രീസ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്. 155 ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കാണ്. നല്ല ഹൈ ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ്. സോ 200 റുപ്പീസിന് താഴെ നല്ലൊരു ഡിവിഡൻഡ് yielding സ്റ്റോക്ക് നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നോക്കുക. അപ്പോൾ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ 4th പ്ലേസിൽ വരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൽ FIA ഹോൾഡിങ്സ് DA ഹോൾഡിങ്സ് 23.25% നിന്ന് 30.02% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 6.77% വർദ്ധിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് FIA ഹോൾഡിങ്സ് 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയ ഒരു സ്റ്റോക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതാണ് ഈ ഒരു NRB ബിയറിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക്. സോ 1965 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവാണ്. 29.9, ഡിവിഡൻഡ് yielding 1.72. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഓട്ടോമൊബൈൽ ഓട്ടോ കമ്പോണൻസിലാണ് വരുന്നത് ലാസ്റ്റ് പ്ലേസിൽ. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. FIA ഹോൾഡിങ്സ്
കണ്ടിന്യൂസ് ആയിട്ട് 3 ഇയേഴ്സ് ഇൻക്രീസ് ആകുന്നത് കാണാൻ സാധിക്കും. അതായത് 14.12% നിന്ന് 14.69% ആയി, പിന്നെ 18.92% ആയിട്ട് നല്ല ഒരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ DIയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആകും. 13.85% ആയിട്ട് ജൂൺ മാസത്തിൽ ഇൻക്രീസ് ആയിരിക്കുന്നു. മാർച്ച് മാസത്തിൽ 10.06% ആയിരുന്നു. സോ DIs ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷെ FIs കണ്ടിന്യൂസ് ആയിട്ട് 3 ഇയേഴ്സ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ നിങ്ങളും കൂടി ചെക്ക് ചെയ്യുക. അപ്പൊ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കാണ് FI DAs കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസ് നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.